അസ്സലാമു അലൈക്കും. അപ്പം നമ്മളിന്ന് ഒരു കോട്ടയം സ്പെഷ്യൽ തേങ്ങാച്ചോറും ബീഫ് കറിയും പരിപ്പ് കറിയുമാണ്. അപ്പോൾ ഒരു ഗസ്റ്റ് ഉണ്ടായിരുന്നു. അപ്പം അവർക്ക് വേണ്ടി തേങ്ങാച്ചോറ് വെക്കാമെന്ന് വിചാരിച്ചു. അതിന് ഈ പുഴുക്കലരി, അതായത് ചുമന്ന അരിയാണ് എടുത്തിരിക്കുന്നത്. പിന്നെ തേങ്ങാപ്പാൽ എടുക്കണം. ആദ്യം ഒരു പകുതി തേങ്ങയുടെ തേങ്ങാപ്പാൽ എടുത്തിട്ടുണ്ട്. ഇതിപ്പോൾ എടുക്കുമ്പോൾ ഒരു പാത്രം അരിയാണെങ്കിൽ 3 പാത്രം വെള്ളം, അത് തേങ്ങാപ്പാലും പച്ചവെള്ളവും രണ്ടും കൂടി മിക്സ് ചെയ്ത് 3 പാത്രമാക്കണം. അതിലൂടെ ജീരകവും ചെറിയ ഉള്ളിയും ഒന്ന് ചതച്ചിട്ട് അതും കൂടി ചേർത്ത് കൊടുക്കണം. ആവശ്യത്തിന് ഉപ്പും ചേർക്കണം. അപ്പോൾ ഇങ്ങനെ ഒരു ചെരുവത്തിലാണ്, തപ്പാലയിലാണ് വെക്കുന്നത്. അപ്പോൾ അരി നല്ലപോലെ കഴുകിയിട്ട് തീയാക്കി തേങ്ങാപ്പാലും വെള്ളത്തിലോട്ട് ഈ അരി കുറച്ചിടും. കുറച്ച് മഞ്ഞൾപ്പൊടിയും കൂടി ഇടും. എന്നിട്ട് ഇളക്കി കൊടുത്തിട്ട് ഒരു മണിക്കൂർ 1.5 മണിക്കൂർ എടുക്കും. സാധാരണ അരി വേവുന്ന ആ ടൈം തന്നെ എടുക്കും. അപ്പം അങ്ങനെയാണ് തേങ്ങാച്ചോറ് വെക്കുന്നത്. തേങ്ങാച്ചോറ് ബീഫോ ചിക്കൻ കറിയോ ഒക്കെ ഉണ്ടെങ്കിൽ അതിന് തേങ്ങാച്ചോറ് നല്ലതാണ്. അപ്പം നമ്മൾ സാധാരണ കാസർഗോഡൊന്നും ഇതില്ല. പക്ഷേ മലപ്പുറത്ത് നിന്ന് വന്ന ഗസ്റ്റാണ്. അപ്പോൾ മലപ്പുറത്ത് തേങ്ങാച്ചോറുണ്ടെന്നാണ് അവർ പറഞ്ഞത്. പിന്നെ പള്ളിയിൽ നിന്ന് കിട്ടിയ ബീഫ് ഉണ്ടായിരുന്നു. അപ്പോൾ ബീഫ് നല്ല കോമ്പിനേഷനാണ്. അപ്പം ബീഫൊക്കെ കഴുകി ബീഫ് കറിയും വെച്ച് തേങ്ങാച്ചോറും വെച്ച്. അപ്പം ഇതായിരുന്നു ഇന്നത്തെ വിശേഷം. ഇന്നലത്തെ വിശേഷം. അപ്പം ബീഫ് കറി റെഡി ആയിട്ടുണ്ട്. പിന്നെ വെച്ചത് പരിപ്പ് കറിയാണ്. പരിപ്പ് നമ്മൾ സാധാരണ ഒരു ചെറിയ സവാളയും പച്ചമുളകൊക്കെ ഇട്ടിട്ട് നല്ലപോലെ വേവിച്ചെടുക്കും. വേവിച്ചിട്ട് 5-6 വിസിലിന് വേവിച്ചിട്ട് അതിലോട്ട് തേങ്ങ, ജീരകം, വെളുത്തുള്ളി ഇവ നല്ലപോലെ പേസ്റ്റാക്കി അരച്ചെടുത്ത് മഞ്ഞൾപ്പൊടിയും ചേർത്ത്, അതാണ് ഈ പരിപ്പ് കറി. അതിവിടെ നെയ്ച്ചോറിനാണെങ്കിലും ഈ ഒരു പരിപ്പും നിർബന്ധമാണ് ഇവർക്ക്. അങ്ങനെ ഇതൊക്കെയാണ് ഉണ്ടാക്കിയത്.